ഹേ ഗായ്സ്, ശ്രീ ഹിയർ. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല നോട്ട്സ് ഉള്ള 2 ബോംബ് നിങ്ങളുടെ തൊട്ടടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. ശ്രീ ഗായ്സ്, സ്റ്റുഡിയോയിൽ അവർ പുതിയൊരു ബോംബ് റിലീസ് ചെയ്തു. ബോംബ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ഇൻ ടു മൈൻസ് എന്ന് പറയുന്നൊരു സംഭവം. പേര് തെറ്റാന്ന് തോന്നുന്നു. സംഭവം ഞാൻ എന്തെന്ന് വെച്ചാൽ 2 ബോട്ടിൽ പെർഫ്യൂംസ് 500 രൂപയ്ക്ക് കിട്ടും. 2 30 ml. ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ ഒരു വട്ടം അടിച്ച 34 മണിക്കൂറും 8 അടി മാറിയിരിക്കുന്നതും മണം കിട്ടുമെന്നൊന്നുമല്ല. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന നോട്ട്സ് ഇസ് ആബ്സല്യൂട്ട്ലി നൈസ്. സൂപ്പർ നോട്ട്സ് ആണ്. ഇൻസ്പിറേഷൻ ആണ് 2 മേജർ ബ്രാൻഡ്സിൻ്റെ 2 മേജർ ഹൊമാജ് പെർഫ്യൂംസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, 500 രൂപയ്ക്ക് നിങ്ങൾ ഓടിപ്പോയി മേടിച്ചോ. പിന്നെ ഇതിനകത്ത് നിങ്ങൾ എന്താ പറയുക, ഓ ദ പെർഫോം കോൺസെൻട്രേഷനിൽ വരുന്ന ഓ ദ എക്സ്ട്രൈത്തോ അങ്ങനൊന്നും അല്ല. എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് ഒരു 4 എണ്ണം അടിച്ചാൽ 40 മണിക്കൂറും 4 അടി അപ്പുറത്തേക്കുന്നവനും കിട്ടണമെന്നായിരുന്നു മണം. അത് പെർഫ്യൂമറിയിൽ തുടങ്ങുന്ന മിക്കവരും അങ്ങനെ ആയിരുന്നു. പക്ഷേ എനിക്കിപ്പം ഭയങ്കര സ്മൂത്ത്, കാമിങ്, കംഫർട്ടിങ്, ആ ഒരു എന്താ പറയുക, എൻ്റെ പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് പോകുന്നൊരു സാധനം. അടുത്തൊരു ഹഗ് വരുമ്പോഴോ തൊട്ടടുത്തിരിക്കുമ്പോൾ മാത്രം ഒരു കംഫർട്ടിങ് സാധനം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഡോമിനൻസ് സാധനം ഡിപ്പെൻഡിങ് ഉള്ള സിറ്റുവേഷൻ കൊടുക്കുക എന്നുള്ള ആ ഒരു ഫീലിംഗ് ഓർ ഇമോഷൻ കൊണ്ടുവരാൻ മാത്രമാണ് ഞാൻ ഇപ്പോൾ പെർഫ്യൂം ഉപയോഗിക്കുന്നത്. ഞാൻ ഒരുപാട് പെർഫ്യൂം അടിക്കാറില്ല ഇപ്പം. ആൻഡ് ഈ 500 രൂപയ്ക്ക് ഈ 2 എണ്ണം ഇസ് ആബ്സല്യൂട്ട്ലി ബോംഷെൽ വാല്യൂ ഫോർ മണി ഗൈസ്. ബോംഷെൽ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ ശരിക്കും വാല്യൂ ഫോർ മണിയാണ്. കാരണം ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് നോട്ട്സ്. ആദ്യമേ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഇൻ ടു മൈൻസ് സ്റ്റുഡിയോ സീറോ മാൻ ഓ ദ പെർഫോമിനെ കുറിച്ച് പറയാം. ഇത് നല്ല ഒരു ക്ലോൺ ഓഫ് ക്രീഡ് അവൻറ്റസ്. ക്രീഡ് അവൻറ്റസിൻ്റെ ഒരുപാട് ക്ലോൺ മാർക്കറ്റിലുണ്ട്. ഒരുപാടെണ്ണം ഞാൻ അടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നെങ്കിൽ 1-to-1 എക്സാക്ട് റെപ്ലിക്ക ഉണ്ടാക്കാൻ ശ്രമിച്ച് കൊള്ളതായിപ്പോവും, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാതായിപ്പോവും. പക്ഷെ ദിസ് ഈസ് എ നല്ല റെപ്ലിക്ക ഓഫ് ക്രീഡ് അവൻറ്റസ് ഗൈസ്. നല്ല റെപ്ലിക്ക, നല്ല ക്വാളിറ്റി റെപ്ലിക്ക വിത്ത് ചെറുതായിട്ട് ഈ പെർഫ്യൂമറിൻ്റെ അഡീഷൻസ് ആഡ് ഓൺസ് ഒക്കെ എവിടെയൊക്കെയുണ്ട്. വാ, സ്റ്റാർട്ടിങ് വിത്ത് ദാറ്റ് സിട്രസി ബർഗമൗണ്ട്, സബ് നോട്ട്സ് ഓഫ് പൈനാപ്പിൾ. അത് കഴിഞ്ഞ ആ ഒരു മാസ്കുലിൻ ആംബർ, മാസ്കുലിൻ വൂഡി നോട്ട്സ്, ഒരു സ്മോക്കിനെസ് ഉണ്ട് അതിനകത്ത്. ആ സ്മോക്കി വൂഡി മാസ്കുലിൻ ഡ്രൈഡോണിലുള്ള ആംബർ. ഇറ്റ്സ് സച്ച് എ വെരി റിഫ്രഷിങ് നോട്ട്. സച്ച് എ വെരി റിഫ്രഷിങ് നോട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയണ, ഒരു ക്ലീൻ ഷേവ് ചെയ്ത് ഒരു ഡേറ്റിനൊക്കെ പോകുന്ന ഒരു മാൻ, യു ആർ നോട്ട് എ ബോയ്, യു ആർ എ മാൻ, ധരിക്കേണ്ട ഒരു പെർഫ്യൂം എൻ്റെ അടുത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഓൾ ടൈം ഫേവറേറ്റ് ഇസ് ക്രീഡ് അവൻറ്റസ്. ഇറ്റ്സ് വെരി ക്ലീൻ, ഇറ്റ്സ് വെരി ഫ്രഷ്, സിട്രസി, എന്നാൽ യു ഹാവ് ദാറ്റ് മാസ്കുലിൻ സ്മോക്കിനെസ്. ആ ഒരു പിങ്ക് പെപ്പറിൻ്റെ ഒക്കെ ഒരു സ്പൈസി സാധനം എവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടത്തെ ഒരു വെരി ഗുഡ് ഔട്ട് ഓഫ് ഷവർ ജെൽ ഫ്രേഗ്രൻസ് കൈൻഡ് ഓഫ് ഒരു ടച്ച് എവിടെയൊക്കെ ഉണ്ട്. സോ ഗൈസ്, ഐ റിയലി ലവ് വാട്ട് സ്റ്റുഡിയോ ഇതിനകത്ത് ചെയ്തേക്കുന്ന. ഇൻ ടു മൈൻസ് അതിൻ്റെ ബോക്സ് താഴെ ഇരിക്കും. നമ്മുടെ വൺ ഷോട്ട് ചാനലായതുകൊണ്ട് ഒറ്റ ഷോട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്തും. രണ്ടാമത്തെ പെർഫ്യൂമാണ് ഇച്ചിരിയുടെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയത്. സി ഗൈസ്, ഇൻ ടു മൈൻസ് 01 മെൻസ് ഫ്രേഗ്രൻസ് എന്ന് നിങ്ങൾ ഗൂഗിളിലും എല്ലായിടത്തും നോക്കിയാൽ എല്ലാവരും പറയാം, റെഡിറ്റേഴ്സിനൊക്കെ പറയുന്നത് ഇത് ലൂയി വിറ്റോൺ ഇമാജിനേഷൻ്റെ ചാത്തനാണെന്നാണ്, റെഡിറ്റിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും. പക്ഷേ ഞാൻ പറയാൻ പോവാ, ഐ എം ആൻ അക്രഡിറ്റഡ് പെർഫ്യൂമർ. പെർഫ്യൂമറിയുടെ കോഴ്സ് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കേഷനും പരീക്ഷയും കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വയത്താറ് പഠിക്കുന്നത്. ഞാനിത് ട്രൈ ഡൗണിൽ ഒരു 48 hour ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇതിൻ്റെ നോട്ട്സ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ലൂയി വിറ്റോൺ ഇമാജിനേഷൻ്റെ ക്ലോൺ അല്ല. ഇത് ജോൺ പോൾ ഗോത്തേറിൻ്റെ ലമാ ലെ എലിക്സർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലേ മെയിൽ എലിക്സർ എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, അതിൻ്റെ ക്ലോണാണ്. അത് ലമാ ലെ എലിക്സർ എന്നൊക്കെ ഇച്ചിരി ഫ്രഞ്ച് രീതിയിൽ പറയുന്നത്, അതിൻ്റെ ക്ലോണായിട്ട് വരും. ആൻഡ് കാരണം എന്ന് പറഞ്ഞാൽ ഇമാജിനേഷനും ലമാ ലെ എലിക്സറും കുറച്ചൊക്കെ ബന്ധമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാൻ പോകുന്നത്, ഇത് എനിക്ക് ഉറപ്പാണ്, ദ പെർഫ്യൂമർ ഹാസ് ട്രൈഡ് ടു ക്രിയേറ്റ് ലമാ ലെ എലിക്സറിൻ്റെ കൂടെ പുള്ളിയുടെ ഹിൻഡ് ഓഫ് അഡീഷൻസും കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂ. എനിക്ക് കിട്ടുന്ന നോട്ട്സ് ഒന്നും കൂടെ അവൻറ്റസ് മണപ്പിച്ചിട്ട് ധരിക്കും. അവൻറ്റസ് ഇസ് സച്ച് എ ഗുഡ് ഫ്രേഗ്രൻസ് ഗൈസ്. ആൻഡ് ഹാവ് ടു ടെൽ യു, ദിസ് സ്പ്രേയർ ഇസ് അത്യാവശ്യം പ്രഷറൈസ്ഡ് ആണ്, നല്ല ക്വാളിറ്റി, നല്ല സ്പ്രേയർ ആണ്. അടച്ചിട്ട് മതി.
ദിസ് ഓപ്പണിംഗ് ഓഫ് ഫ്രൂട്ടി എന്ന് ഞാൻ പറയത്തില്ല, ആ സ്പിയർമിൻറ്റിൻ്റെയും ജാസ്മിൻ്റെയോ ലാവൻഡറിൻ്റെയും കൂടെയുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി യുണീക്ക്. ഭയങ്കര യുണീക്കായിട്ടൊരു ഓപ്പണിംഗ് ആണ്. ലാവൻഡറും സ്പിയർമിൻറ്റും മിന്നും കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് തോന്നും എവിടേക്ക് ഒരു ഫ്രൂട്ടി നോട്ട്സ് ഉണ്ടെന്ന്. പക്ഷെ അത് ഫ്രൂട്ടി അല്ല. ഒരു 2 ലീഫും ഫ്ലവറും കൂടെ ചേരുമ്പം നമ്മൾ പെർഫ്യൂം വീല് നോക്കുമ്പോൾ അതിനകത്തൊരു ഫ്രൂട്ടി അക്കോർഡ് പോലെ വരാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി മിൻറ്റും ലാവൻഡറും കൂടെ ചെയ്യുമ്പോൾ. ഓപ്പണിംഗ് ഇസ് സോ ഗുഡ്. ആൻഡ് ഈ ഓപ്പണിംഗ് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ഡ്രൈ ഡൗണിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന നോട്ട് എന്ന് പറയുന്നത് ബെൻസോയിൻ എന്ന് പറഞ്ഞൊരു റെസിൻ ഉണ്ട്. ബെൻസോയിൻ എന്ന് പറഞ്ഞൊരു റെസിന് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ്സ് ടൊബാക്കോ. ബെൻസോയിൻ എന്ന് പറഞ്ഞൊരു മരത്തിൽ നിന്ന്, നമ്മുടെ ഊതിൻ്റെ ഒക്കെ ഒരു റെസിൻ, ഒരു മരത്തിൽ നിന്ന് വരുന്ന കറയ, അതിൻ്റെ കൂടെ ടൊബാക്കോയും കൂടെ കിട്ടുമ്പോൾ ദിസ് ഈസ് എ വെരി ക്ലീൻ ഔട്ട് ഓഫ് ഷവർ അടിക്കേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ഈ വെറ്റിലയുടെ ഒക്കെ കണക്കുള്ള ടൊബാക്കോ നോട്ടും കൂടെ കയറി വരുന്നുണ്ട്. അങ്ങനെ ഒരു മാൻലി ഹിൻഡും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര എൻജോയബിൾ ഫ്രേഗ്രൻസ് ആണ്. പിന്നെ വേറൊരു അഡീഷൻ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഹിൻഡ് ഓഫ് പെച്ചൂലി അല്ല, പച്ചൂലി ഇതിനകത്ത് അത്യാവശ്യം ഡോമിനൻ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു പെർഫ്യൂമർ ഹാസ് ട്രൈഡ് ഇതിൻ്റെ ബേസിൽ പച്ചൂലി കൊടുക്കാനാണ്, പക്ഷെ ടോപ്പിൽ പച്ചൂലി എവിടേക്കോ കയറി വരുന്നുണ്ട്. അതായത് ഇതിനകത്തെ കാൽക്കുലേഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ ലമാലിൻ്റെ എലിക്സർ എടുത്ത് പുള്ളിക്കാരൻ പണിഞ്ഞപ്പം ചെറിയ വ്യത്യാസം എല്ലാ പെർഫ്യൂമറും അവരുടെ ആഡ് ഓൺസ് ചെയ്യാറുണ്ട്. മേ ബി ഇതിനകത്ത് ഫിക്സറ്റീവ്സോ അഡിറ്റീവ്സോ ആൽഡിഹൈഡ്സോ യൂസ് ചെയ്തപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ കോമ്പണൻസോ കാര്യങ്ങളോ വ്യത്യാസം വന്നേ ആയിരിക്കാം. പക്ഷേ ആ ഒരു മിഡ് നോട്ടിലേക്ക് വരുമ്പം പച്ചൂലിയുടെയും ടൊബാക്കോയുടെയും ബെൻസോയിൻ്റെയും കൂടെ റെസിൻ കയറി വരുമ്പോൾ ഇറ്റ്സ് സച്ച് എ കംഫർട്ടിങ്, സച്ച് എ മാൻലി, സച്ച് എ വോം ഫ്രേഗ്രൻസ്. സോ ഗൈസ്, എനിക്കിതാ പറയാനുള്ളത്. നിങ്ങളൊരു ബെസ്റ്റ് പെർഫ്യൂം കോമ്പിനേഷൻ അണ്ടർ 500 തുടങ്ങാൻ പോവാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ബൈ ദിസ് ഗൈസ്. സുഡിയോ ഇൻ 2 മൈൻസ് 01 and 02 ക്രീഡ് അവൻറ്റസിൻ്റെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇൻസ്പയർഡ് അല്ലെങ്കിൽ ഹൊമാജ് ആഡ് ഓൺസ്. അഫ്കോഴ്സ് ആ പെർഫ്യൂമറിൻ്റെ ആഡ് ഓൺസും ഉണ്ട്. ആൻഡ് രണ്ടാമത്തേന്ന് പറയുമ്പം ദിസ് ഇസ് ലൂയി വിട്ടോണിൻ്റെ ഇമാജിനേഷൻ അല്ല. ആണെന്ന് പറഞ്ഞാൽ ഞാൻ തർക്കിക്കും. ഇത് ലമാലിലെ എലിക്സറിൻ്റെ പെർമ്യൂട്ടേഷനകത്ത് എടുത്ത് പെർഫ്യൂമർ പണിഞ്ഞതാണ്. ഞാനൊരു 10-48 മണിക്കൂർ പേപ്പർ ഡ്രൈ ഡൗൺ ചെയ്തിട്ടാണ് പറയുന്നത്. ആൻഡ് അത് നിങ്ങൾ ഓൺലൈൻ റെഡിറ്റ് മീഡിയയിൽ വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ എന്നെ വിശ്വസിക്കും. ട്രസ്റ്റ് മീ മോർ. ഞാൻ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടാണ് പറയണത്. These two guys are absolutely fun and gorgeous. എനിക്ക് ഇത്ര പറയുള്ളൂ. 500 രൂപയ്ക്ക് നേരിട്ട് പോയി മേടിച്ചോ. ഇതിൻ്റെ ക്യാപ്പൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഡോണ്ട് എക്സ്പെക്ട് മെറ്റൽ. 500 രൂപയ്ക്ക് അത്യാവശ്യം നല്ല പ്രഷറൈസ്ഡ് സ്പ്രെയർ നിങ്ങൾക്ക് ഉണ്ട്. അതേപോലെ ഗ്ലാസ് സാധനം ഉണ്ട്, അത് വെരി ഗുഡ്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഫ്രേഗ്രൻസും നോട്ട്സും ഒക്കെയാണ്. വേറൊരു കാര്യം എടുത്തു പറയുള്ളൂ, ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാടൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ 500 രൂപയ്ക്ക് കിട്ടുന്ന പെർഫ്യൂമിൻ്റെ പെർഫോമൻസ് തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷേ ഒരു കളക്ടറിന് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഗായിക്ക് ദിസ് ഈസ് എ മസ്റ്റ് ടു ഹാവ് ഗൈസ്. സോ ഗൈസ്, ശ്രീ ഹിയർ ഗൈസ്. ഞാൻ ഈ പരിപാടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ടോക്ക് ടു ഗൈസ് ലേറ്റർ. ക്രീഡിൻ്റെ ആ മാൻലി നോട്ട്സ്. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു. ബൈ ബൈ.